ഇലഞ്ഞു ബ്ലോഗിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷികൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ പയർ കൃഷിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പയർ കൃഷി, പയർ എന്ന് പറയുമ്പോൾ പയറിൻ്റെ സ്വാദിഷ്ടമായ കറികൾ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി വിളയാണ് പയറെന്ന് പറഞ്ഞാൽ. വ്യത്യസ്ത നിറത്തിലുള്ള പയർ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ 18 മണിയൻ എന്ന് പറയുന്ന ഒരു നാടൻ പയറിനുമുണ്ടായിരുന്നു. അത് മറ്റുള്ള ഇപ്പോഴത്തെ സങ്കര ഇന പയറിനെക്കാട്ടിലും സ്വാദിഷ്ടവും നാര് കൂടുതലുള്ളതും ഒപ്പം ദീർഘകാലം നമുക്ക് വിളവ് തരുന്നതുമായ പയറിനങ്ങളായിരുന്നു. എന്നാൽ അത് ഒക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മറ്റുള്ള നിരവധി വിത്തുകൾ, നിരവധി ഇനങ്ങളിൽപ്പെട്ട പയർ വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടവും ഗുണപ്രദവുമായ ഒരു പച്ചക്കറിയാണ് ഈ പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പയർ കൃഷിയെപ്പറ്റിയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാടൻ പയർ തന്നെ ഇപ്പോൾ വെളുത്ത പയറുണ്ടാകുന്നുണ്ട്, പുള്ളി നിറത്തിലുള്ള പയറുണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നാടൻ പയറുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ ഹൈബ്രിഡ് പയർ വിത്തുകളും ലഭ്യമാണ്. അപ്പോൾ ഈ നാടൻ പയറാണ് സാധാരണ ഞാൻ കൃഷി ചെയ്യുന്നത്. നാടൻ പയർ എന്ന് മാത്രമല്ല, ഈ നാടൻ പയർ ജൈവ വളങ്ങൾ ചെയ്തും കൂടിയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ രീതികളാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വിത്തുകൾ. ഇപ്പോൾ എനിക്ക് ഈ വിത്ത് കിട്ടിയത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പക്കൽ നിന്നാണ്. പുള്ളി ഒരു ജൈവ കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നാണ് ഞാൻ ആവശ്യമുള്ള വിത്തുകൾ വാങ്ങിച്ചത്. ആ വിത്ത് വാങ്ങിച്ചതിന് ശേഷം ഈ വിത്ത് സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. അത് വളക്കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ പൊടി കുഴമ്പ് രൂപത്തിലാക്കി അതിൽ ഒരു പകൽ മുഴുവൻ അതിനകത്ത് വെച്ചിരുന്നു. അതിനുശേഷം നനഞ്ഞ ഒരു കോട്ടൺ തുണിയിൽ ആ പയർ വിത്തുകൾ രണ്ടാമതായിട്ട് രാത്രിയിൽ ആ പയർമണികളെല്ലാം കോട്ടൺ തുണിയിലെടുത്ത് രാത്രി അത് പൊതിഞ്ഞ് വെച്ചിരുന്നു. പിറ്റേ ദിവസമായപ്പോഴത്തേന് എല്ലാ പയർമണികൾക്കും മുളയെന്ന് വെച്ചാൽ കിളിക്കുന്നതിനുള്ള ആ ഒരു ബീജപത്രം പുറത്തേക്ക് വരികയും, അങ്ങനെ ഞാൻ ഇതേപോലെയുള്ള ഈ പേപ്പറിൻ്റെ ചായ ഗ്ലാസ് ഉണ്ട്. അത് ബേക്കറി കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വലിയ വിലയൊന്നും ആവത്തില്ല. അപ്പോൾ ഈ പേപ്പറിൻ്റെ ഈ ചായ ഗ്ലാസ്സിന് അതിൻ്റെ അടിയിൽ ഭാഗത്ത് ഒരു ദ്വാരമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മണ്ണ് അരിച്ചെടുത്ത്, കല്ലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മണ്ണ് ഇട്ട് അതിനകത്ത് 2, 3, 4 ഒക്കെ പയർമണികളിട്ട് മണ്ണിട്ട് വെച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കണ്ട് ഇതേ പരുവമായി. അപ്പോൾ ഈ പരുവമായപ്പോഴാണ് ഇത് നടാനുള്ള ആ ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടത്. അപ്പോൾ പയർ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ കഴിയുന്നതും ശീതകാലമായിരിക്കണം. മഴയൊക്കെ മാറിയ ഉള്ള കാലഘട്ടത്തിലായിരിക്കണം പയർ നടേണ്ടത്. പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് മഴക്കാലം വളരെ ദോഷമാണ്. പിന്നെ മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി വെണ്ട, വെള്ളരി, മത്ത, ചൊര ഇതൊക്കെയാണ്. അപ്പോൾ ഈ മത്തയൊക്കെ കായ്ഫലം കുറയും ശക്തമായ മഴയാണെങ്കിൽ. കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പയറൊക്കെ നടാൻ തിരഞ്ഞെടുക്കണം. പയർ, പാവൽ ഇതൊക്കെ നടാൻ തിരഞ്ഞെടുക്കേണ്ടത് അപ്പം മഴ മാറിയതിന് ശേഷമുള്ള ആ ഒരു കാലമായിരിക്കണം. അപ്പോൾ ഇപ്പോഴും അതിന് പറ്റിയ കാലമാണ്. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം മാസങ്ങളിലൊക്കെ ഇതിന് പറ്റിയൊരു കാലഘട്ടമാണ്. അതാണ് ഞാൻ ഈ പയർ നടാൻ വേണ്ടി ഈ സമയം തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ മണ്ണ് ഒരുക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പയർ നടേണ്ട സ്ഥലങ്ങൾ ഇതേപോലെ കിളച്ച്, നല്ല ആഴത്തിൽ കിളച്ച് അതിൻ്റെ കല്ല്, വേര്, മറ്റ് അവശിഷ്ടങ്ങൾ ഇതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മണ്ണൊരുക്കിയതിന് ശേഷം ഞാൻ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാരം, ഇപ്പോൾ ഇത് മൂന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മണ്ണിൽ അടിവളമായി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ആണ് തടങ്ങൾ എടുത്ത് ഈ പയർ വിത്തുകൾ ഞാൻ നട്ടത്. അപ്പോൾ നമ്മൾ ഒരു ലൈനായിട്ടാണ് ഇപ്പോൾ ഈ പയർ നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അകലം ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്രമാത്രം പയർ വിത്തുകൾ നടാമോ അപ്പോൾ അത്രയും നമ്മൾ നട്ടിട്ടുണ്ട്. കാരണം ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. ഒറ്റ ലൈൻ മാത്രമുള്ളപ്പോൾ നമ്മൾ ഒരുപാട് അകലമൊന്നും
സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ ഈ പയർ നട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നട്ടതെങ്കിലും നമുക്ക് ഓരോരുത്തരുടെയും വ്യത്യസ്ത ഇഷ്ടപ്രകാരം നമ്മുടെ അറിവനുസരിച്ചൊക്കെ പയർ നടാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മണ്ണൊരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല രീതിയിൽ കിളച്ച് മണ്ണിലെ കല്ലുകൾ നീക്കം ചെയ്ത് ആ മണ്ണിൽ നല്ല വളങ്ങൾ വെച്ചാൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ ജൈവവളം ഉപയോഗിക്കാം. അതല്ല ജൈവവളം രാസവളം കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലുപൊടിയും ചാരവും വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് ഇത് ഇങ്ങനെ നട്ടു. ഇതിപ്പോൾ ഈ പരുവ് നോക്കിയായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വളം എന്ന് വെച്ചാൽ ഒഴിക്കാൻ പോകുന്ന വളം എന്ന് വെച്ചാൽ ലായനി വളമാണ്. ഈ ലായനി വളം നമുക്ക് തന്നെ ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു ലായനി വളമാണ്. അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരു വലിയ ബക്കറ്റിനകത്ത് ചീമക്കൊന്നയുടെ ഇലയും ഉപ്പില അഥവാ വട്ടയില എന്ന് പറയുന്ന ആ ഇലയും ഒപ്പം ഈ പാളയംതോടം വാഴ അതിൻ്റെ ഇലയും കൂടാണ് അതിനകത്ത് നിറച്ചിട്ടു. അപ്പോൾ പാളയംതോടം വാഴ, റോബസ്റ്റ വാഴ ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേത് വാഴയുടെ ഇലയായാലും മതി. പച്ച ഇലയായിരിക്കും, ഉണങ്ങിയ ഇല ഇടരുത്. ഈ വാഴയിലയിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം ഇട ദിവസങ്ങളിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ലയിച്ച് ആ വെള്ളത്തിനകത്തിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി. ആ സത്തിറങ്ങിയ വെള്ളം ഞാൻ 1 കപ്പ് വെള്ളത്തിനകത്ത്, ആ ലായനിക്കകത്ത് 10 കപ്പ് സാധാരണ പച്ചവെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് ഇതിന് ഒഴിച്ചു കൊടുത്തില്ല. ഈ അടുത്ത ദിവസം മുതൽ ഇത് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ നട്ടിട്ട് ഇപ്പോൾ 2 ദിവസമേ ആയുള്ളൂ. ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ആഴ്ചയിൽ 1 തവണ വീതം ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ നല്ല ഉണക്കമായതുകൊണ്ട് നനച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ സ്ഥിരമായിട്ട് ഇതിന് ചുവട്ടിൽ നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പോൾ അതുകൂടാതെ ഈ ചാരം, നമുക്കറിയാം വെണ്ണീർ അഥവാ ചാരം, നമ്മൾ തീയരിക്കുമ്പോൾ അല്ലെങ്കിൽ കരിയില കത്തിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വെണ്ണീർ അഥവാ ചാരം, ഈ ചാരം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് അതും 7 മുതൽ 10 ദിവസം വരെ കഴിയുന്നുണ്ടേ ഈ ചാരത്തിൻ്റെ ലായനി. അപ്പോൾ ഇത് എല്ലാം കൂടെ ലയിച്ചൊരു പ്രത്യേക സംഗതിയാകും. അതിനകത്ത് 1 കപ്പ് ലായനിക്കകത്ത് 10 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആയാൽ വളരെ പെട്ടെന്ന് 25 ദിവസത്തിനകത്ത് വെച്ച് ഇത് കായ്കൾ പയറുണ്ടാവും എന്നാണ് നമ്മുടെ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ. കാരണം ഈ ലായനി വളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അതേ ദിവസം തന്നെ ഇത് വലിച്ചെടുക്കുകയും അങ്ങനെ വളർച്ചയിലെത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചീമക്കൊന്നയുടെ ഇലയും വട്ടയിലയും പിന്നെ അതുപോലെ തന്നെ വാഴയിലയും എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പുഷ്പിക്കാനും ഒപ്പം കായലുണ്ടാകാനും പറ്റുന്ന തരത്തിലുള്ള ഗുണങ്ങളടങ്ങിയ ഒരു ലായനി വളമാണ്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിന് കീടരോഗബാധകൾ ഉണ്ടാവാതിരിക്കാനും ഈ ചീമക്കൊന്നയുടെ ഇല മാത്രം പച്ചവെള്ളത്തിലിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞേ അത് ഊറ്റിയെടുത്ത് അരിച്ച് അത് ചുവട്ടിലും തണ്ടിലും ഒഴിച്ചു കൊടുത്താൽ, ഇലയിലും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ ഈ പുഴുക്കളും അതുപോലുള്ള കീടങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വെള്ളത്തിനകത്തിടുക. തൊട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2, 3, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വെള്ളം ഊറ്റിയെടുക്കുക. പിറ്റേ ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം ഊറ്റിയെടുത്ത് അത് അരിച്ചെടുത്ത് ഇതിൻ്റെ ചുവട്ടിലും തണ്ടിലും ഇലയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ പുഴുക്കളുടെയൊക്കെ ഉപദ്രവത്തിൽ നിന്നും ചെടികളെ ഈ പയറിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പോഷകസമ്പുഷ്ടമായ ഒപ്പം സ്വാദിഷ്ടമായ പയറുകൾ നമുക്ക് കൃഷി ചെയ്യുവാൻ സാധിക്കും. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നമ്മുടെ പുരയിടത്തിൽ നമുക്ക് കൃഷി ചെയ്യാം. നമ്മുടെ പുരയിടം എന്ന് പറയുമ്പോൾ ഇപ്പം സ്ഥലവിസ്തൃതിയൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സ്ഥലത്ത്, അതല്ല നമ്മുടെ പിന്നെ വീടിൻ്റെ മുകളിലും ഒക്കെ നടാൻ താല്പര്യമുള്ളവർക്ക് ചട്ടിയിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഇത്തരത്തിൽ നടാം. അപ്പോൾ അങ്ങനെ നടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണൊരുക്കം, അതായത് പലരും ഈ ചകിരിച്ചോറൊക്കെ ധാരാളമായിട്ട് ചേർക്കുന്നുണ്ട്. ചകിരിച്ചോറ് ചേർക്കുന്നവർക്ക് ചകിരിച്ചോറ് നല്ല ഭംഗിയായിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ കറ കളഞ്ഞതിന് ശേഷം മാത്രമേ മണ്ണിനോടൊപ്പം യോജിപ്പിക്കാവൂ. ചകിരിച്ചോറിനെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് കരിയിലയാണ്. കരിയില എവിടെയെങ്കിലും വാരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് കിട്ടും. അതിനോടൊപ്പം കുറച്ച് മണ്ണൂടെ കൂട്ടി കലർത്തി പച്ചക്കറികൾ ധാരാളമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിന് ഗ്രോ ബാഗിൽ നിർത്തുന്ന നിശ്ചിത ഇടപാടുകൾ കൃത്യമായിട്ട് കുറേശ്ശെ വളം ചേർത്ത് കൊടുക്കണം, നനയ്ക്കാൻ മറക്കരുത്. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു 2, 3 മൂട് പയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണ വിഭവങ്ങളിൽ ഇത്തരത്തിലുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജൈവ രീതിയിലുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഉണ്ടാകുന്ന ആശുപത്രി ചിലവുകൾ കുറച്ച് കൊണ്ടുവരാനും തന്മൂലം ആരോഗ്യത്തോടെ ജീവിക്കാനും നമുക്ക് സാധിക്കുന്നു. എന്ന് മാത്രമല്ല,
നമ്മൾ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ ഇത് കണ്ടുപഠിക്കുകയും കൃഷി ഒരു മഹത്തായ കാര്യ സന്ദേശമാണെന്ന് പറയാതെ തന്നെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് ആ ആശയം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ മറ്റൊന്ന്, അലസത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനും ഒപ്പം മണ്ണുമായിട്ടുള്ള ബന്ധം മൂലം നമ്മുടെ ശരീരത്തിൽ നിന്നും ഒട്ടനവധി നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കുന്നു. അതുമൂലം ആരോഗ്യവും മനസ്സന്തോഷത്തോടും കൂടിയുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് കഴിയുന്നു എന്ന കാര്യം സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള പയർ ഉൾപ്പെടെയുള്ള കൃഷികൾ കഴിയുന്നത്ര രീതിയിൽ 1 2 3 ഒക്കെ ഒന്ന് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു വരുമാനം, ഒപ്പം ഒരു ആദായത്തിനോടൊപ്പം തന്നെ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു ജോലി കൂടിയാവും, വിനോദം നൽകുന്ന ഒരു ജോലി കൂടിയാവും, ഒപ്പം ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുന്നതിനും ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നാളിതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യുന്ന എല്ലാ മാന്യ മിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.